ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് കേശപ്പനെയും കൊണ്ട് മ്യൂസിയം വരെ പോകാം ഞങ്ങൾ കേട്ടോ. ഞാനും അമ്മയും കേശപ്പനും കൂടിയാണ്. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, മൺഡേ സ്കൂൾ തുറക്കും. കേശപ്പൻ കുറേ ദിവസം കൊണ്ടേ മ്യൂസിയത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ സൂവിലൊക്കെ ഒന്ന് കൊണ്ടുപോകണമെന്ന് വഴക്കായിരുന്നു. അപ്പോൾ എന്നാ 2.5-3 വയസ്സുള്ളപ്പോൾ എന്തോ കേശപ്പൻ സൂ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം ഇപ്പോൾ കുറച്ചും കൂടി അറിവായപ്പോൾ അതിനകത്തൊക്കെ പോകണം, എല്ലാം കാണണമെന്നൊക്കെ ബഹളമായിരുന്നു. അപ്പോൾ ഈ ഓണത്തിൻ്റെ സമയത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ചോറൊക്കെ കൊണ്ടിട്ട് ഒരു 2:30-3 മണിയൊക്കെ 3:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ആ ഒരു ഈവനിങ് ടൈമിൽ നല്ല വെയിലൊക്കെ കുറഞ്ഞു വരുമല്ലോ, ആ സമയത്ത് പോകാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങി. അങ്ങനെ അതേ ടിക്കറ്റ് എടുക്കാനും കൊണ്ട് പോവാം. അപ്പോൾ ഒരാൾക്ക് 30 രൂപ, അങ്ങനെ 2 പേർക്ക് ഞങ്ങളെടുത്ത്, കേശപ്പന് എടുക്കണ്ടല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അകത്തോട്ടൊക്കെ കയറി. ഓണത്തിൻ്റെയൊക്കെ ഒരു ടൈം ആയതുകൊണ്ടേ നല്ല തിരക്കാണ് കേട്ടോ. അപ്പം ഈ കനകക്കുന്നിലൊക്കെ ഓണത്തിൻ്റെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് സൈഡിലും കനകക്കുന്നിലും മ്യൂസിയത്തിൻ്റെ അകത്തും ഒക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈം കഴിയുമ്പോഴത്തേക്കിന് ഈ തിരക്കൊക്കെ കുറയും. അപ്പോഴും വലിയ ആളൊന്നും കാണത്തില്ല. ഞാൻ പിന്നെ കേശപ്പൻ്റെ അടുത്ത് ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇവിടുത്തെ കഥ പറഞ്ഞു കൊടുത്ത്. വേറെ ഒന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് മ്യൂസിയം കണ്ടതെന്ന് പറഞ്ഞാൽ 4-ലോ 5-ലോ എന്തോ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമല്ലോ, ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മ്യൂസിയം കണ്ടേ എന്നൊക്കെ ഞാൻ കഥ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമേ ഇതേ സിംഹവാലൻ എന്ന് കേശപ്പന് പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ സിംഹവാലനെ തന്നെ കണ്ടു. പിന്നെ എന്താ, ഒരുപാട് മൃഗങ്ങളൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര കുറവാണ് ഇവിടെ ഇപ്രാവശ്യമൊക്കെ വന്നപ്പോൾ. എന്താണെന്നറിയില്ല.
മൃഗങ്ങളും പക്ഷികളൊക്കെ ഒരുപാട് കുറവാണ് കേട്ടോ. അങ്ങനെ പഴയതുപോലൊന്നും ഒരുപാടൊന്നുമില്ല. പലയിടത്തും ഇങ്ങനെ കാലിയായിട്ടൊക്കെ കിടക്കുക, ഒന്നുമില്ല. എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഭയങ്കര ഒരു ബോറടിച്ചാണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഇവനെ കണ്ടപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇവനാണെങ്കിൽ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, ദാ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കും, പിന്നെ അങ്ങോട്ടൊന്ന് പോകും. കുറച്ച് എൻജോയ്മെൻറ്റ് ഇവിടെ വന്നപ്പോൾ കിട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരിസരത്ത് തന്നെ ഒരുപാട് ആളുകൾ തിങ്ങി നിന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് കൂടി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഭയങ്കര ഷോ ഒക്കെയായിരുന്നു. അപ്പോൾ കണ്ടതേ ഒരുത്തൻ മോളിൽ കയറി ഇരിപ്പുണ്ട്. ഭയങ്കര ഷോ ആയിരുന്നു. കാര്യം മറ്റുള്ളിടത്തൊന്നും വലിയ ആളുകൾ നോക്കി നിൽക്കുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് സമയം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വേണ്ട ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടോ. പിന്നെ നമ്മുടെ കടുവക്കുട്ടന്മാർ മുകളിലോട്ടാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ കാണണമെങ്കിൽ മുകളിലോട്ട് വരാൻ. പക്ഷേ മുകളിൽ ചെന്നപ്പോഴും അവിടെ ആകെ 2 പേരുണ്ട്. ആ 2 പേരും ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമല്ലേ, അപ്പം ഉച്ചയ്ക്കത്തെ ആഹാരം കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ഷീണത്തിൽ കിടക്കുകയായിരിക്കും. അപ്പോൾ അതേ നമ്മുടെ സിംഗക്കുട്ടന്മാർ ഇതേ കിടക്കുന്നു 2 പേര്. അവർക്കും തീരെ വയ്യ, ഞങ്ങളെ ഒന്നും ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല, ആ രീതിയിലാണ് കിടക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ കണ്ടിട്ട് പോയിക്കോ, ഞങ്ങൾക്ക് വയ്യ നോക്കാൻ പോലും എന്ന ഭാവത്തിലാണ് അവർ 2 പേരും കിടക്കുന്നത് കേട്ടോ. ഒരു മൈൻഡ് ഇല്ലായിരുന്നു അവർക്കൊന്നും. കാര്യം ഡെയിലി ഇവരിത് കണ്ടുകൊണ്ട് കിടക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ തത്തയുടെ പല പല വെറൈറ്റി ഐറ്റംസ്. അടുത്ത ഇതെന്തോ ഒരു മുതലയായിരുന്നു, അവിടെ പേരെഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കിക്കിടക്കുന്ന, അവനും ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. പിന്നെ നമ്മൾ വിചാരിച്ചേ ഇവിടെ കയറുമ്പോഴത്തേക്കിനെ കുറച്ച് ആൾക്കാരെങ്കിലും കാണാമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ് അകത്ത് പോയത്. അകത്ത് പോയപ്പോഴും അതുപോലെ തന്നെ അനാക്കോണ്ടയൊന്നുമില്ല. 2-3 മൂർഖനും ചേരപ്പാമ്പൊക്കെ ഇഷ്ടം പോലെ അതിനകത്തുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് പേടിക്കാനുള്ളത് കേശപ്പനെ. ഞങ്ങൾ നേരെ പോയി ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ അകത്തൊന്നും ചായ കുടിക്കാൻ നിന്നില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് കേശപ്പൻ്റെ കണ്ണ് പോയത് ഇങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ ഓണത്തിൻ്റെയും കൂടി ആയതുകൊണ്ട് ഇവിടെ റോഡ് നിറയെ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണായിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കിന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കനകക്കുന്നിലോട്ടൊന്നും പോയില്ല. ഇറങ്ങിയപ്പോൾ തന്നെ ഇത്ര സമയമായില്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും കയറാൻ നിന്നില്ല. പിന്നെ ചിഞ്ചു വിളിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിഞ്ചു ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിഞ്ചുവിനെയും കൂടി നോക്കി നിൽക്കുക ഇവിടെ. ഇപ്പോൾ കേശപ്പന് വേണ്ട സാധനങ്ങളൊക്കെ കേശപ്പൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ചിഞ്ചുവും വന്ന്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ പാനിപൂരി മാങ്ങയൊക്കെ മറ്റേ ഉപ്പും ഒക്കെ ഇട്ട് കിട്ടുമല്ലോ, അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം കേശപ്പന് പിന്നെ ഇതൊന്നും വേണ്ട, കുറേ കളിപ്പാട്ടങ്ങൾ മാത്രം മതി. തിന്നണ സാധനങ്ങൾ ഈ വക ഒന്നും കഴിക്കത്തൊന്നുമില്ല, നമ്മൾ തന്നെ അതൊക്കെ കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടുള്ള ബസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു, ബ്ലോക്കിൽ കിടക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണം കേട്ടോ.